ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ളവർ എന്ന് തന്നെ പറയാം. പലയിടങ്ങളിൽ നിന്നും ആളുകൾ വന്നിട്ടുണ്ട്. അത് ഓരോരുത്തരും ആസ്വദിക്കുന്ന കാഴ്ചകൾ വേറെയാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ കൂടി ചേരുകയാണ്. ശ്രീജിത്ത്, ഇത് ഈ ഉത്തര കേരളത്തിന്റെ ഒരു രണ്ടാം വസന്തോത്സവം എന്നൊക്കെ പറയുന്നത് പോലെ ഒരേ സമയം നമ്മുടെ കണ്ണും കാതും പഞ്ചേന്ദ്രിയങ്ങളെ ഇങ്ങനെ ത്രസിപ്പിച്ചു നിർത്തുന്ന ഒരു കാഴ്ചയാണ്. അതെല്ലാ വർഷാവർഷവും കണ്ടാസ്വദിക്കാൻ, അതിലങ്ങ് അലിഞ്ഞു ചേരാനായിട്ട് എത്ര പേരാണ് വരുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. അത്രയധികം ആൾക്കാർ അവിടെ അങ്ങനെ തേക്കിൻകാടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. തേക്കിൻകാട് എപ്പോഴും അവരെ അങ്ങനെ ആകർഷിക്കുന്ന ഒരു കാന്തം പോലെയാണ് ഈ പൂര ദിവസം. അവിടെ കാണുന്ന കാഴ്ചകൾ എന്താണ്? അല്പസമയം മുൻപ് ഒരു ഗംഭീര ഫാൻ ബേസ് ഒക്കെ ഉള്ള നമ്മുടെ തെച്ചിക്കോടുകാവ് രാമചന്ദ്രൻ ഇതുവഴിയാണ് ആ നടയിലൂടെ ഇങ്ങോട്ട് കയറി വന്നത്. ശേഷം തിരികെ അങ്ങോട്ട് തന്നെ തെച്ചിക്കോട്ടുകാവ് കയറിപ്പോയി. എന്തായാലും വലിയ ഹർഷാരവങ്ങളോടെയാണ് തെച്ചിക്കോടിന്റെ ആരാധകർ, രാമന്റെ ആരാധകർ എല്ലാവരും തന്നെ വരവേറ്റത്. നേരത്തെ കൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പാണ്ടിമേളം, ചെമ്പട, പാറമേക്കാവിന്റെ ചെമ്പട പുരോഗമിക്കുകയാണ്. ഒരു ഭാഗത്ത് അല്പസമയത്തിനകം അത് ഇലഞ്ഞിത്തറയിലെത്തും. ഇലഞ്ഞിത്തറയിലെ വിശ്വപ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളമായി, പാണ്ടിമേളമായി അത് മാറാൻ ഇനി ഏതാണ്ട് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു ഭാഗത്ത് കനത്ത ചൂടാണ്, ഒരു രക്ഷയുമില്ല. ഇവിടെ നിൽക്കാൻ ആളുകൾ ഉരുകി ഒലിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് മനുഷ്യൻ ഒരു 40 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒരു 10-45 ഡിഗ്രിയേക്കാൾ കൂടുതൽ അങ്ങനെ അങ്ങ് ഉരുകി ഒലിക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് മനുഷ്യരെല്ലാവരും ഓരോ മേഖലയിൽ തണൽ പിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനി കുടമാറ്റത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇലഞ്ഞിത്തറ മേളത്തിന് വേണ്ടിയൊക്കെയുള്ള ഒരു വലിയ കാത്തിരിപ്പാണ് എല്ലാ മേഖലയിലും ഉള്ളത്. എന്തായാലും കൃത്യമായ രീതിയിൽ ഇത്തരത്തിൽ അതാ നമ്മുടെ ക്യാമറമാൻ അഭിലാഷ് തൊഴുവങ്കോടിന്റെ ഒരു അതിൽ പെട്ടെന്ന് തന്നെ ഫോട്ടോ എടുത്തിട്ട് ഒരു ചേട്ടൻ അഭിലാഷ് തൊഴുവങ്കോടിന്റെ ആ ഫോട്ടോ എടുത്തൊരു കീ ചെയിനാക്കി പറ്റി. ചേട്ടന്റെ പേരെന്താ? ഷിജി. എവിടുന്നാ വരുന്നേ? കുന്നംകുളം. ഇത് എങ്ങനെയാ ഇതിപ്പോ എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് ഇപ്പൊ പെട്ടെന്ന് ചെയ്യാൻ പറ്റാതെ എന്താ അതിന്റെ ഒരു ടെക്നിക്ക്? എന്താ? ചെറിയ പ്രിന്റ് ചെയ്തിട്ട് കീ ചെയിനിലാക്കുക. പെട്ടെന്ന് തന്നെ പ്രിന്റ് മൊബൈലിലൂടെയാണോ ഫോട്ടോ? അതാ ചേട്ടൻ്റെ അടുത്തുണ്ടായിരുന്നു, ഒന്ന് കാണിച്ചു. ചേട്ടൻ നേരത്തെ മണ്ണാർക്കാട്ട് നിന്ന് വന്നു പറഞ്ഞു. മണ്ണാർക്കാട് പൂരം കാണാൻ വരാം. എല്ലാം കാണാൻ വരാറ്. ഇത് ഒരു ഇത് തരാന്ന് പറഞ്ഞിട്ട് അയാൾ വന്നു. അങ്ങനെ കയ്യിൽ വെച്ചപ്പോഴാണ് നോക്കുമ്പോ എന്റെ ഫോട്ടോ ആണ്. എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു പൂരത്തിന്റെ ഒരു വൈബ്? എങ്ങനെയുണ്ട്? ഇക്കുറി പോരാന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതിന്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട്. പൂരത്തിൽ തിരക്ക് വളരെ കമ്മിയാണ്, ചൂടുണ്ട്. കാരണം പുറത്ത് ആരവം കമ്മിയായിട്ടുണ്ട്. മറ്റേ ഞങ്ങളൊക്കെ രാവിലെ വരുമ്പോ തന്നെ ജനം നല്ല ഉണ്ടാവും. കുറി എല്ലാത്തിനും കമ്മിയാണ്. തെച്ചിക്കോടിനെ കണ്ടോ? തെച്ചിക്കോടിനെ കണ്ടു. തെച്ചിക്കോടിന്റെ പിന്നാലെ കുറച്ച് ആളേ ഉള്ളൂ. ഇതൊന്നും അല്ലായിരുന്നു തെച്ചിക്കോടിന് ദുരന്തമൊക്കെ ഉണ്ടാവുകൊണ്ടാണ്. എന്നാലും ഇതിലെ കണ്ടു. ചൂടുണ്ട് അല്ലേ ചേട്ടാ? എന്താ പേരെന്താ? പേര് സന്തോഷ്. എല്ലാ തവണയും വരാറുണ്ടോ? വരാറുണ്ട്. എങ്ങനെ തോന്നുന്നു ഇത്തവണ ഒരു പ്രാവശ്യം? വളരെ കമ്മിയാണ്, ജനം വളരെ കമ്മിയാണ്. ആള് വരുന്നേ കുടമാറ്റൊക്കെ ആവുമ്പോഴേക്ക് ആള് വരും വരുമെന്ന് തോന്നുന്നു. ഇപ്പൊ വളരെ കമ്മിയാണ്. ഇപ്പൊ ചൂടൊക്കെ അല്ലേ, അപ്പൊ അത് കാരണം അങ്ങനെ ഒരു കമ്മിയുണ്ട് ജനത്തിന്റെ. എന്തായാലും ഈ ചേട്ടനെ സമ്മതിക്കണം കേട്ടോ. എത്ര നേരം കൊണ്ടാ ഇത് ചെയ്തേ? കുറച്ച് ടൈമോ വേണ്ടോ? ഒരു 2 കുന്നംകുളത്തുകാരൻ സിജി ചേട്ടൻ പറയും. സിജി ചേട്ടൻ കുന്നംകുളത്തുകാർ എപ്പോഴും ടോപ്പാണ്. കുന്നംകുളത്തുകാര് ടോപ്പാണെന്ന് മാത്രമല്ല, ഇങ്ങനെ ഓരോരുത്തർ ഓരോ വിസ്മയങ്ങൾ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. അത് ആ കൂട്ടത്തിലൊരു കുഞ്ഞു വിസ്മയമാണ് ആ കൈവെള്ളയിൽ കൊണ്ടു കൊടുക്കുന്ന ഈ കീച്ചെയിൻ എന്ന് പറയുന്നത്. ഏതായാലും ആ ചേട്ടനോട് നമ്മുടെ സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിച്ചേക്കുക. അങ്ങനെ പൂരം കൊട്ടിക്കയറുകയാണ്. കണ്ണിനും കാതിനും മനസ്സിനും ഒക്കെ കുളിരായി നമ്മളെല്ലാം ആസ്വദിപ്പിച്ചുകൊണ്ട് ആ പൂര കാഴ്ചകളിലേക്ക് നമ്മൾ മടങ്ങി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.